ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 സ്വദേശ് മെഗാ ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സ്വദേശ് മെഗാ ക്വിസിലെ സ്വാതന്ത്ര്യത്തിന്റെ കഥ, സ്വാതന്ത്ര്യ സമര ചരിത്രം, ഗാന്ധി എന്നീ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുകയാണെങ്കിൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിലെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സിനെ നമ്മൾ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ബ്രിട്ടീഷുകാർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരിഹസിച്ച് വിളിച്ചത് ഏത് പേരിലായിരുന്നു? ഉത്തരം നിങ്ങൾക്കറിയാം, ശിപ്പായി ലഹള. ബ്രിട്ടീഷുകാർ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരിഹസിച്ച് വിളിച്ചത് ശിപ്പായി ലഹള എന്നായിരുന്നു. എന്നാണ് ശിപ്പായി ലഹള നടക്കുന്നത്? 1857. ചോദ്യം നമ്പർ 3: ജനറൽ ഡയറിനെ വധിച്ച ദേശാഭിമാനി ആരാണ്? ജനറൽ ഡയറിനെ വധിച്ചതാരാണ്? ആദ്യം തന്നെ ജനറൽ ഡയർ ആരാണെന്ന് അറിയുക. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് ജനറൽ ഡയർ. ജനറൽ ഡയറിനെ വധിച്ച ദേശാഭിമാനി ഉത്തം സിംഗ് ആണ്. ഉധം സിംഗ്. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, പ്രത്യേകിച്ച് LP കുട്ടികൾക്ക്. ചോദ്യം നമ്പർ 5: ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സരോജിനി നായിഡു. ചോദ്യം നമ്പർ 6: ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ്? ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്? എളുപ്പമുള്ള ചോദ്യമാണ്. ഉത്തരം മണികർണിക. മണികർണിക എന്നാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്. ചോദ്യം നമ്പർ 7: ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് നിർത്തിവെക്കാനിടയായ സംഭവം എന്താണ്? ഉത്തരം ചൗരി ചൗര സംഭവം. അതായത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം: മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? മലബാർ കലാപം നടന്ന വർഷം? ഉത്തരം 1921. മലബാർ കലാപം നടക്കുന്നത് 1921 നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു ഇത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. അതായത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ആണ്. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ്?
ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതായത് ഡു ഓർ ഡൈ എന്നാണ് ആ മുദ്രാവാക്യം. അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പോയ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്ത ചോദ്യം UP കുട്ടികൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര അഹിംസാ ദിനം എന്ന്? ഉത്തരം ഒക്ടോബർ 2-ാം തീയതി. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2-ാം തീയതിയാണ്. ഒക്ടോബർ 2-ാം തീയതിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഗാന്ധിജിയുടെ ജന്മദിനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ആരുടെ കൃതിയാണ്? ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് നെഹ്റുവിന്റെ കൃതിയാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നെഹ്റു ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നത് നെഹ്റുവിന്റെ കൃതിയാണ് എന്ന് ഓർത്തിരിക്കുക. LP കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജിയും കൂട്ടരും പാടിയ ഗാനം ഏതാണ്? ഉത്തരം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ്. ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജിയും കൂട്ടരും പാടിയ ഗാനം. ഉത്തരം രഘുപതി രാഘവ രാജാറാം. അടുത്ത ചോദ്യം, ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഇർവിൻ പ്രഭു, അതായത് ലോർഡ് ഇർവിൻ ആണ് ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തരം ഇർവിൻ പ്രഭു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ രക്തസാക്ഷി ദിനം എന്നാണ്? ദേശീയ രക്തസാക്ഷി ദിനം എന്ന്? ഉത്തരം ജനുവരി 30 ആണ്. എന്തുകൊണ്ടാണെന്ന് ദേശീയ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഗാന്ധിജി അന്തരിച്ചത് ജനുവരി 30-ാം തീയതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ദേശീയ രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഗാന്ധിജി ജനിച്ച ദിവസമാണ് നമ്മൾ അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ ജനനവും മരണവുമായി ബന്ധപ്പെട്ട 2 തീയതികളാണിത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാരാണ്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ അഥവാ പ്ലെഡ്ജ് എഴുതിയതാരാണ്? ഉത്തരം വെങ്കിട്ട സുബ്ബറാവു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത്. ചോദ്യത്തിന്റെ ഉത്തരം വെങ്കിട സുബ്ബറാവു. ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതുവരെ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് വഴി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ PDF വേണ്ടവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് എന്തായിട്ട് ആഘോഷിക്കുന്നത്? ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, പ്രത്യേകിച്ച് LP കുട്ടികൾക്ക്. ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യം ഇതാണ്: ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം എന്താണ്? നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ അശോക ചക്രങ്ങളുടെ നിറം എന്താണ്? ഉത്തരം അറിയുന്നവർ എന്തായാലും ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി പറയാൻ മറക്കരുത്. നമുക്കിനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ഡു ഓർ ഡൈ അല്ലെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ കാശിനാഥൻ ജെ, നിഹാരിക, മിൻഹ, ലിബ, ശിവകാർത്തിക്, ജസ്റ്റീന, അലൻ, ദേവിക, റിയാന, അതുപോലെ തന്നെ അസ്ലം സമീർ, ഗൗരി ലക്ഷ്മി BS, ദേവനഞ്ജൻ EM എന്നിവരാണ്. ഇതുപോലെ തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ
ഇപ്പോൾ തന്നെ അത് പോയി കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഒരു വീഡിയോ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കാണുക. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൂടി സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടി പങ്കെടുക്കുന്നവർ നിർബന്ധമായും കാണുക. കാരണം അതിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.